സോ നമ്മുടെ കുട്ടികൾ ഈ ബിഹേവിയേഴ്സ് എല്ലാം കാണിക്കുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. എൻ്റെ കുട്ടി എന്താണ് ചലഞ്ചിങ് ബിഹേവിയറായിട്ട് കാണിക്കുന്നത്, ആ ഒരു ബിഹേവിയർ എന്താണെന്നുള്ളത് ഒരു കോളത്തിൽ എഴുതുക. ആ നെക്സ്റ്റ് കോളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് ആസ് എ പേരൻറ്റ്, ആസ് എ ഫാദർ, ആസ് എ മദർ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു, അവനെ ആ സ്റ്റേറ്റിൽ നിന്ന് കാമാക്കി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് നോർമൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് തരത്തിലുള്ള രീതിയാണ് അപ്രോച്ച് ചെയ്തത്, അവനോട് ദേഷ്യപ്പെടുകയാണോ ചെയ്തേ, അതോ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദേഷ്യം ഒളിപ്പിച്ച് വെച്ചിട്ട് അവനോട് പെരുമാറുകയാണോ ചെയ്തത്, അവൻ കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് എല്ലാം എന്നെ വേറൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ, അതൊന്ന് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള കോളത്തിലാണ് നമ്മുടെ ആൻറ്റിസിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ ഒരു സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ പ്രസൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളോ മൃഗങ്ങളുടെ സാന്നിധ്യമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അവൻ്റെ ടാക്ടൈൽ സിസ്റ്റം, അവൻ്റെ വിഷ്വൽ, അവൻ്റെ ഓഡിറ്ററി, അവൻ്റെ സ്മെൽ, അല്ലെങ്കിൽ അവൻ ടേസ്റ്റ് ചെയ്ത കാര്യങ്ങളായിക്കോട്ടെ, അതിന് തൊട്ട് മുമ്പ് എൻ്റെ കുട്ടിയെ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ സ്റ്റേറ്റിലേക്ക് വിടാൻ അവിടെ എന്തെങ്കിലും റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ദെൻ കമ്മിങ് ടു ദ ഫ്രീക്വൻസി. ചില കുട്ടികൾ നമുക്ക് എപ്പോഴും ചില വയറ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ഫ്ലാപ്പിംഗ് എപ്പോഴും കാണിക്കുന്നുണ്ടായിരിക്കാം, സ്റ്റിമ്മിങ് എപ്പോഴും കാണിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എപ്പോഴും പറ്റണമെന്നില്ല, പക്ഷേ മാക്സിമം നോട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ബിഹേവിയർ ഇഷ്യൂ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ്റെ ബിഹേവിയറൽ ചലഞ്ചസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺസിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് കോളത്തിലാണ് പ്രസിപ്പിറ്റേറ്ററി ഫാക്ടേഴ്സ്. ചില സമയത്ത് ഇന്നലെ രാത്രി എൻ്റെ മോൻ നന്നായിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണോ ഇന്ന് ബഹളം വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവന് വിശന്നിട്ടാണോ, അല്ലെങ്കിൽ അവനൊരു പനി തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവന് ദാഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവന് ടോയ്ലറ്റിൽ പോകാനാണോ, അല്ലെങ്കിൽ എനിത്തിങ് ഹാം എവിടെയെങ്കിലും വീണിട്ടുണ്ടോ, മുറിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് ചില കുട്ടികൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളോട് കഴിയണമെന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഫാക്ടേഴ്സും കൂടെ ഒന്ന് മേക്ക് ഷുവർ ആക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് കോളം എപ്പോഴും നിങ്ങൾ സ്വയം ചെയ്യേണ്ടത്, എൻ്റെ കുട്ടി ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലാണോ, ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിലാണോ, അതോ സോഷ്യൽ എൻഗേജ്മെൻറ്റ് മോഡിലാണോ എന്നുള്ളതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അവൻ്റെ ബിഹേവിയർ മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ള തെറാപ്പീസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഓരോ ദിവസത്തെ ഈ ഒരു അസസ്മെൻറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ കുട്ടികളെ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്.